നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ എംഎൽഎ ആയിരുന്ന PV അൻവർ എംഎൽഎ സ്ഥാനം രാജിവെച്ചു. 9:30 സ്പീക്കർ AN ഷംസീറിന്റെ ക്യാബിനിലെത്തിയാണ് രാജി സമർപ്പിച്ചത്. അൻവർ പറഞ്ഞ കാര്യങ്ങൾ രാഷ്ട്രീയമായി വിലയിരുത്തി തീരുമാനമെടുക്കേണ്ടത് UDF ആണ്. ലീഗ് സ്വന്തമായി തീരുമാനമെടുക്കേണ്ട വിഷയമില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. രാജിവെക്കലും പിന്തുണ പ്രഖ്യാപിക്കലും PV അൻവറിന്റെ ഇഷ്ടമെന്ന് PK ബഷീർ MLA. ഒരു തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതിനെ നേരിടാൻ സദാ സന്നദ്ധമാണ് നിലമ്പൂരിലെ കോൺഗ്രസും UDF-ഉം എന്ന് KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത്. അൻവറിന്റെ രാജി നിലമ്പൂരിൽ യാതൊരുവിധ ചലനവും ഉണ്ടാക്കില്ലെന്ന് CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ. സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും കൂടുതൽ സൗകര്യമുള്ള സൂപ്പർ മാർക്കറ്റുകളാക്കി മാറ്റുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. പെരിന്തൽമണ്ണ ഏലംകുളത്ത് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 6 ഗ്രാമപഞ്ചായത്തുകളിൽ ജൽജീവൻ മിഷനു വേണ്ടി റോഡരികിൽ ചാലെടുത്തത് നികത്തിയില്ല. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കേരള വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പൂട്ടിയിട്ട് പ്രതിഷേധം. വാർത്തകൾ വിശദമായി. നിലമ്പൂർ MLA ആയിരുന്ന PV അൻവർ MLA സ്ഥാനം രാജിവെച്ചു. 9:30 സ്പീക്കർ AN ഷംസീറിന്റെ ക്യാബിനിലെത്തിയാണ് രാജി സമർപ്പിച്ചത്. PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് പ്രവേശനത്തോടനുബന്ധിച്ചാണ് രാജി. ആര്യാടൻ ഷൌക്കത്തിനെ തോൽപ്പിച്ച് വലിയ ഭൂരിപക്ഷത്തോടെയാണ് CPM പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ നിന്നും വിജയിച്ചത്. പിന്നീട് VV പ്രകാശിനെ തോൽപ്പിച്ച് നിലമ്പൂർ MLA സ്ഥാനം ഉറപ്പിച്ചു. നിലമ്പൂരിൽ രാഷ്ട്രീയത്തിന് മറ്റൊരു മാനം കൈവന്നിരിക്കുകയാണ്. UDF-ന് ഇനി വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് നിർണായകമാണ്. LDF-നെ സംബന്ധിച്ച് അൻവർ അപ്രസക്തനാണ് എന്ന് തെളിയിക്കേണ്ട അവസ്ഥയിലുമാണ്. അൻവർ പറഞ്ഞ കാര്യങ്ങൾ രാഷ്ട്രീയമായി വിലയിരുത്തി തീരുമാനമെടുക്കേണ്ടത് UDF ആണ്. ലീഗ് സ്വന്തമായി തീരുമാനമെടുക്കേണ്ട വിഷയമില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലീഗ് സ്വന്തമായി എടുക്കേണ്ട ഒരു വിഷയവുമില്ല. ഇനി ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുഴുവൻ വിലയിരുത്തി നമ്മൾ MLA സ്ഥാനം രാജിവെച്ചവർ പാർട്ടി വിലയിരുത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. UDF-ന് പിന്തുണയാണ് എന്നുള്ള തലത്തിൽ പറഞ്ഞു. ഇനി ആ കാര്യങ്ങൾ മുഴുവൻ രാഷ്ട്രീയമായി വിലയിരുത്തി ഔദ്യോഗികമായി ഒരു തീരുമാനം എടുക്കേണ്ടത് UDF-ആണ്. അപ്പോൾ അവിടെ ബൈ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് സംബന്ധിച്ച് നമ്മൾ എന്തായാലും ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ആ തീരുമാനം ഇനി UDF എടുത്താൽ മതി. UDF-ആണ് അതുകൊണ്ട് തീരുമാനം എടുക്കേണ്ടതെന്നാണ് ഇനിയുള്ള കാര്യങ്ങൾ UDF ആലോചിച്ചതിന് ശേഷം പറയും. UDF കൂട്ടായി എടുക്കുന്ന തീരുമാനത്തിനൊപ്പമായിരിക്കും ഈ വിഷയത്തിൽ ലീഗ്. അൻവർ ലീഗിനെ പുകഴ്ത്തിയതിൽ സന്തോഷമുണ്ട്. ആര് പുകഴ്ത്തിയാലും സന്തോഷമാണെന്നും കുഞ്ഞാലിക്കുട്ടി. വിജയത്തിന് സാധ്യമായ എല്ലാ വഴികളും സ്വീകരിക്കുമെന്ന് തങ്ങൾ പറഞ്ഞിരുന്നു. തങ്ങൾ പറഞ്ഞത് തന്നെയാണ് ലീഗിനും പറയാനുള്ളത്. ഇലക്ഷനെ അഭിമുഖീകരിക്കുവാൻ UDF എപ്പോഴും സജ്ജമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. രാജിവെക്കലും പിന്തുണ പ്രഖ്യാപിക്കലും PV അൻവറിന്റെ ഇഷ്ടമെന്ന് PK ബഷീർ MLA. UDF നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജിവെക്കലും പിന്തുണക്കലൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. അത് ഞാനെന്ത് പറയാനാണ്? അത് അദ്ദേഹം അങ്ങനെയാണ് നല്ല കാര്യം. എല്ലാം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം അവിടെ ജനപ്രതിനിധിയായി അദ്ദേഹം അടുത്ത വർഷമായിട്ട് തെറ്റി അദ്ദേഹത്തിന് പിന്നെ രാജിവെക്കണമെന്ന് തോന്നി. അദ്ദേഹം രാജിവെച്ചു. ഇതിന് ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് ആ സമയത്തുള്ള സാഹചര്യങ്ങളനുസരിച്ച് നമുക്ക് നീങ്ങാം. UDF അവിടെ തെരഞ്ഞെടുപ്പെടുത്തിയ UDF നല്ല ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി വിജയിക്കും. കഴിഞ്ഞ കാലങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് UDF നല്ല വോട്ടിന്റെ ഭൂരിപക്ഷം നിലവിൽ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പിന്തുണയും സഹായകരമാകുമല്ലോ. ഇന്നതാളൊന്നുമില്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും പിന്തുണ സഹായകരമാകുമെന്ന് ബഷീർ MLA. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയെ കോൺഗ്രസും UDF തീരുമാനിക്കും. അത് മറ്റുള്ളവർ തീരുമാനിക്കേണ്ടെന്നും ബഷീർ MLA പറഞ്ഞു. ഒരു തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതിനെ നേരിടാൻ സദാ സന്നദ്ധമാണ് നിലമ്പൂരിലെ കോൺഗ്രസും UDF-ഉം എന്ന് KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത്. നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതിനെ നേരിടാൻ സദാ സന്നദ്ധമാണ് കോൺഗ്രസും UDF. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധിയെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചയച്ചത് അല്പ 2 മാസം മുൻപാണ്. വലിയൊരു ഭൂരിപക്ഷത്തിന് UDFന്റെ സ്ഥാനാർത്ഥി ആരായാലും വിജയിപ്പിച്ചയക്കാൻ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ UDFന്റെ പ്രവർത്തകർ വളരെ സന്നദ്ധമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നിലമ്പൂരിലുള്ളത്. അത് പിന്നെ രാജിയുടെ കാരണവും ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, അത് അദ്ദേഹം പറയട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തിന് UDFന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ നിലമ്പൂർ സന്നദ്ധമാണ് എന്നതാണ് എനിക്ക് ഈ കരുത്ത് പറയാം. വലിയ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിച്ചത് 2 മാസങ്ങൾക്ക് മുൻപാണ്. വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിന്റെ സ്ഥാനാർത്ഥി ആരായാലും വിജയിപ്പിച്ചയക്കുവാൻ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ UDFന്റെ പ്രവർത്തകർ വളരെ സന്നദ്ധമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നിലമ്പൂരിലുള്ളതെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. ചിലർക്ക് പ്രതീക്ഷിതവും ചിലർക്ക് അപ്രതീക്ഷിതവുമാണ് അൻവറിന്റെ രാജി. അതേക്കുറിച്ച് അദ്ദേഹം തന്നെ പറയട്ടെ എന്നും ഷൗക്കത്ത് പറഞ്ഞു. പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതം, ചിലർക്ക് പ്രതീക്ഷിതമാണ്, ചിലർക്ക് അപ്രതീക്ഷിതമാണ്. എന്തായാലും അതിനെക്കുറിച്ച് ഒരു കമന്റ് ഞാൻ പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് സ്വീകരിക്കാൻ നിലമ്പൂർ മണ്ഡലം സന്നദ്ധമാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. വലിയ ഭൂരിപക്ഷത്തിൽ ആരാണ് സ്ഥാനാർത്ഥി എന്നതിനെ കുറിച്ച് പാർട്ടിയും കോൺഗ്രസും തീരുമാനിക്കും. താനതിനെ കുറിച്ച് സംസാരിക്കുന്നില്ലെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. അൻവറിന്റെ രാജി നിലമ്പൂരിൽ യാതൊരുവിധ ചലനവും ഉണ്ടാക്കില്ലെന്ന് CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ. അൻവറിന്റെ രാജിയിൽ അൻവർ പാഠം പഠിച്ചു എന്നല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു വിധത്തിലുള്ള ചലനവും ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അൻവറിന്റെ രാജി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഒരു വിധത്തിലുള്ള ചലനവും ഉണ്ടാക്കില്ല. നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരാളെപ്പോലും കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അൻവറിന് സാധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിനെല്ലാം വ്യക്തമാണല്ലോ എത്ര കണ്ട് ജനപിന്തുണയുണ്ട് എന്നുള്ളത്. ഒരു തരത്തിലുള്ള തിരിച്ചടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ തെളിയിക്കപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല. ആ സമയത്ത് അതുമായിട്ട് എപ്പോഴും സജ്ജമാണ്. P. ശശിക്കെതിരെയും അജിത് കുമാറിനെതിരെയും പാർട്ടിയിലെ ഉന്നതർ പറഞ്ഞിട്ടാണ് ആരോപണം ഉന്നയിച്ചത് എന്ന അൻവറിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്നും VP അനിൽ. അൻവറിന് അനുകൂലമായ ഒരു സാഹചര്യവും നിലമ്പൂരിലില്ല. ഒരാളെ പോലും പാർട്ടിയിൽ നിന്നും കൂടെ പിടിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പലതവണ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള തിരിച്ചടിയും ഉണ്ടായിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഉചിതമായ തീരുമാനമെടുക്കും. ഉചിതമായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കുമെന്നും VP അനിൽ പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും കൂടുതൽ സൗകര്യമുള്ള സൂപ്പർ മാർക്കറ്റുകളാക്കി മാറ്റുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. പെരിന്തൽമണ്ണ ഏലംകുളത്ത് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാവേലി സ്റ്റോറിന്റെ പരിമിതി നിങ്ങൾക്കെല്ലാം ആ പരിമിതി മാറ്റി കൂടുതൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന തരത്തിലേക്കുള്ള സൂപ്പർ സ്റ്റോറാക്കി മാറ്റണമെന്നാണ് ഈ 50-ാം വർഷം. ഇതിപ്പോൾ തുടങ്ങിയിട്ട് 50 വർഷമാണ്. സപ്ലൈകോ ആരംഭിച്ചിട്ട് 50 വർഷമാണ്. ഈ 50-ാം വർഷത്തിൽ ഗവൺമെൻറ്റും മാനേജ്മെൻറ്റും തീരുമാനിച്ചത്. അപ്പോൾ മാവേലി സ്റ്റോറിൻ്റെ പരിമിതികളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇതുപോലെ ഇതിനേക്കാളും മനോഹരമായി നല്ല സൗകര്യത്തോടു കൂടിയ സൂപ്പർ മാർക്കറ്റുകളാണ് കേരളത്തിലൊട്ടാകെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ സബ്സിഡി ഉൽപ്പന്നങ്ങളായിട്ടുള്ള 13 ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, എല്ലാ ഉൽപ്പന്നങ്ങളിലും വിലക്കുറവ് നിങ്ങൾക്ക് കാണാൻ കഴിയും. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പരിശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 113ാമത്തെ വിൽപ്പനശാലയാണ് ഏലംകുളത്ത് ഉദ്ഘാടനം ചെയ്യുന്നത്. സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഒരു ഷോപ്പ് പോലും പൂട്ടുകയോ തൊഴിലാളികളെ പിരിച്ചുവിടുകയോ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. 30 മുതൽ 40 ലക്ഷം വരെ ആളുകൾ പ്രതിമാസം സപ്ലൈകോ ഷോപ്പുകളിൽ നിന്നും സബ്സിഡി അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട്. റേഷൻ കടയിൽ 83 ലക്ഷം കുടുംബങ്ങൾ പ്രതിമാസം റേഷൻ വാങ്ങുന്നുണ്ട്. വലിയ വിലവർദ്ധനവിലേക്ക് സംസ്ഥാനം പോകാത്തത് സർക്കാരിന്റെ ഇത്തരം ഇടപെടൽ കൊണ്ടാണെന്നും കേരളത്തിന് പുറത്ത് ഒരു സർക്കാരും വിലക്കയറ്റം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇത്രയും ശക്തമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. നജീബ് കാന്തപുരം MLA അധ്യക്ഷത വഹിച്ചു. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. സുധീർ ബാബു ആദ്യ വിൽപ്പന നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അനിത പള്ളത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ N. വാസുദേവൻ,
നാലകത്ത് ഷൌക്കത്ത്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NP ഉണ്ണികൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR മനോജ്, പഞ്ചായത്ത് അംഗം സമദ് താമരശ്ശേരി, കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റുമാരായ P ഗോവിന്ദപ്രസാദ്, MA അജയൻ, സപ്ലൈകോ റീജിയണൽ മാനേജർ TJ ആശ, ജില്ലാ സപ്ലൈ ഓഫീസർ K ജോസി ജോസഫ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 6 ഗ്രാമപഞ്ചായത്തുകളിൽ ജൽജീവൻ മിഷനു വേണ്ടി റോഡരികിൽ ചാലെടുത്തത് നികത്തിയില്ല. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കേരള വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പൂട്ടിയിട്ട് പ്രതിഷേധം. AE അടക്കമുള്ള ഉദ്യോഗസ്ഥരെയാണ് പൂട്ടിയിട്ടത്. നാട്ടിലെ റോഡുകൾ കീറിപ്പൊളിച്ച് പൈപ്പിട്ട് കഴിഞ്ഞാൽ കോമ്പാക്ട് ചെയ്ത് റോഡ് പൂർവ്വസ്ഥിതിയിൽ ആക്കണമെന്ന വ്യവസ്ഥ ഉണ്ടായിരിക്കെ കീറിയ റോഡുകളൊന്നും പൂർവ്വസ്ഥിതിയിലാക്കാതെ വീണ്ടും റോഡുകൾ കീറിപ്പൊളിക്കുന്നതിനെതിരെ ശക്തമായി എതിർത്ത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ 6 പഞ്ചായത്തുകളിലായി റോഡുകള് ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് ലൈൻ ഇട്ടിരുന്നു. ആ പ്രദേശത്ത് റോഡ് താന്നു പോവുകയും സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടി പലതവണ നമ്മള് കോൺട്രാക്ടർമാരുമായിട്ട് ബന്ധപ്പെടുകയും എന്നാൽ അവരത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചുങ്കത്ര CHC കോട്ടയപ്പാടം ഡയാലിസിസ് രോഗികൾക്ക് പോകുന്ന ആശുപത്രിയിലേക്കുള്ള റോഡ് കഴിഞ്ഞ 1 വർഷം മുമ്പ് ഒരു ഭാഗം അവര് ലൈൻ ഇട്ട് പോവുകയും എന്നാൽ അവിടെ മറ്റൊന്നും ചെയ്യാത്ത രീതിയിലാവുകയും എന്നാൽ ഇപ്പോൾ അവിടെ രോഗികൾക്ക് വേണ്ടി ആ റോഡ് നന്നാക്കാൻ 60 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തോട് വെക്കുകയും പണി തുടങ്ങുന്നതിന് തൊട്ട് തലേ ദിവസം വീണ്ടും അടുത്ത ഭാഗം കൂടെ അവര് ലൈൻ ഇടുന്നൊരു പ്രവൃത്തി ഉണ്ടാക്കുകയും ചെയ്തു. ഏറ്റവും പ്രയാസമേറിയ ഡയാലിസിസ് രോഗികള് അതിൽ കൂടി കടന്നു പോകുമ്പോൾ അവരുടെ കയ്യിലെ നീഡില് ഊരിപ്പോയിട്ട് രക്തം വാർന്നു പോകുന്ന സ്ഥിതിയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു സാഹചര്യത്തിൽ ജലജീവൻ മിഷൻ പണിയെടുക്കുന്ന അല്ലെങ്കിൽ ലൈൻ ഇടുന്ന റോഡുകളുടെ ഇരുഭാഗവും വളരെ വൃത്തിയായിട്ട് കമ്പാക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ചർച്ചയ്ക്കാണ് ഞങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ AE ഓവർസിയർ കോൺട്രാക്ടർമാരെയൊക്കെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി മാത്രമല്ല ഈ ലൈൻ ഇടലല്ലാതെ ഇവിടെ ഒരു ടാങ്കോ അല്ലെങ്കിൽ കുടിവെള്ള സ്രോതസ്സുകളോ അല്ലെങ്കിൽ മെയിൻ പൈപ്പോ ഇടാൻ ഇതുവരെയും ഇതിന് കഴിഞ്ഞിട്ടില്ല. എന്ന് കുടിവെള്ളം കിട്ടുമെന്നുള്ളത് ജനങ്ങൾ വലിയ ആശങ്കയിലുമാണ്. ജലജീവൻ മിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ, വർക്കെടുത്ത കോൺട്രാക്ടർമാർ എന്നിവരെ ഉൾപ്പെടുത്തിയ ഭരണസമിതി യോഗത്തിലാണ് അവർക്കെതിരെ ഭരണസമിതി ഒറ്റക്കെട്ടായി ആഞ്ഞടിച്ചത്. പഴയ 3.5 മീറ്റർ റോഡല്ല, റോഡ് ഫുള്ളാണ്. അന്ന് ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞോ അന്ന് എന്നെ ചെയ്യുന്നു. ഇപ്പൊ കഴിഞ്ഞ വർഷമായിട്ട് നമ്മൾ GSP ഇടാൻ പറഞ്ഞിട്ടില്ലല്ലോ. റോഡ് ചെയ്തു. ആ ചെയ്തതിന് ആ റോഡിന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണ്ടേ? പഞ്ചായത്ത് പറഞ്ഞിട്ട് നടക്കുന്ന കാര്യം ഒരു വർഷമായിട്ട് കിട്ടുന്നത് നിങ്ങൾ ഒറ്റ ഉദാഹരണം പറയാം. തെയ്യത്തും ക്ലോസ് ചെയ്തിട്ട് അവിടെ ഒന്നും ചെയ്തിട്ടില്ല, മണ്ണിട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കീറിയ റോഡുകൾ കോമ്പാക്ട് ചെയ്യാതെ ചെയ്തുവെന്ന് ബില്ലിൽ കാണിച്ച് ഫണ്ട് മാറുന്നുണ്ട് എന്ന സംശയം ഭരണസമിതി ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ വർഷം കീറിയ ചുങ്കത്തറ മാമ്പുയിൽ CHC റോഡ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവൃത്തി നടപ്പിലാക്കുന്നതിനായി കഴിഞ്ഞ ദിവസം എത്തുന്നതിന് തലേ ദിവസം റോഡിന്റെ മറുവശവും കീറി റോഡ് പണി മുടക്കിയിരിക്കുകയാണ്. ബ്ലോക്കിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കിയ മുഴുവൻ റോഡുകളിലും കീറിയ ഭാഗത്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ കോമ്പാക്ട് ചെയ്യുമെന്ന് എഗ്രിമെന്റ് ചെയ്ത ഉറപ്പിന്മേലാണ് തടഞ്ഞുവച്ച ജലജീവൻ മിഷൻ ടീമിനെ ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ നിന്നും പുറത്തുവിട്ടത്. ഒരാഴ്ചക്കുള്ളില് ഇവര് ഫസ്റ്റ് പ്രയോറിറ്റി ആശുപത്രി റോഡിന് കൊടുക്കാമെന്നും ജനുവരി 31 ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന റോഡ് പ്രവൃത്തികളുടെ റോഡുകളൊക്കെ ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി അത് വേണ്ട തീരുമാനത്തില് നന്നാക്കി തരാനുള്ള ഏർപ്പാട് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും
ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ബ്ലോക്ക് പ്രസിഡന്റ് പുഷ്പവലി ടീച്ചർ, സ്ഥിരം സമിതി അംഗങ്ങളായ സജന അബ്ദുറഹ്മാൻ, റഷീദ് വാളപ്ര, സുസമ മത്തായി, മെമ്പർമാരായ CK സുരേഷ്, സോമൻ പാർലി, മറിയമ്മ ജോർജ്, സഹിൽ അക്കമ്പാടം, ബാബു ഏലക്കാടൻ, പ്രതീഷ് മുണ്ടപ്പാടം എന്നിവർ സംസാരിച്ചു. മൂത്തേടം കുറ്റിക്കാട് CPIM ബ്രാഞ്ച് സെക്രട്ടറി പുതിയത്ത് ഉമ്മറിന്റെ കടയിലെ സാധന സാമഗ്രികൾ സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചു. കുറ്റിക്കാട് അങ്ങാടിയിലെ റെൻ ഷോപ്പിലെ PVC പൈപ്പുകളാണ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. ശനിയാഴ്ച അർദ്ധരാത്രി 12 മണിക്കാണ് ഓട്ടോയിലെത്തിയ സംഘം പൈപ്പുകൾ വെച്ച ഇരുമ്പ് കൂട് ചവിട്ടി മറിച്ചിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. സംഭവം തൊട്ടടുത്ത CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മലയോര ഹൈവേക്ക് ചേർന്ന് കാരപ്പുറം ഭാഗത്തേക്ക് പോകുന്ന റോഡരികിലാണ് സംഭവം. ഓട്ടോ നിർത്തുന്നതും അതിൽ നിന്നിറങ്ങി പൈപ്പുകൾ ചവിട്ടി മറിക്കുന്നതും പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതുമെല്ലാം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മലയോര ഹൈവേയിലൂടെ കടന്നുപോയ ചുള്ളിയോട് സ്വദേശികളാണ് തീ ആളിക്കത്തുന്നത് കണ്ട് വെള്ളമൊഴിച്ച് തീ അണച്ചത്. ഞായറാഴ്ച രാവിലെ എടക്കര പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവും ആരംഭിച്ചു. സംഭവത്തിൽ 1ൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടതായാണ് പോലീസിന് ലഭിച്ച വിവരം. വാഹനം കടന്നുപോയ മറ്റ് പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. മൂത്തേടം കുറ്റിക്കാട് CPIM ബ്രാഞ്ച് സെക്രട്ടറി പുതിയത്ത് ഉമ്മറിന്റെ കടയിലെ സാധന സാമഗ്രികൾ പെട്രോൾ ഒഴിച്ച് കത്തിച്ച സംഭവത്തിലെ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPIM മൂത്തേടം ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കുറ്റിക്കാട് അങ്ങാടിയിലെ റെന്റ് ഷോപ്പിലെ PVC പൈപ്പുകളാണ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. ശനിയാഴ്ച അർദ്ധരാത്രി 12 മണിക്കാണ് ഓട്ടോയിലെത്തിയ സംഘം പൈപ്പുകൾ വെച്ച് ഇരുമ്പ് കൂട് ചവിട്ടി മറിച്ചിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. പ്രദേശത്ത് സംഘർഷം സൃഷ്ടിക്കാനുള്ള നീക്കമാണിത്. പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് സംഭവം നടന്ന കുറ്റിക്കാട് പ്രദേശത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ലോക്കൽ സെക്രട്ടറി AP അനിൽ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AT റെജി, VK ഷാനവാസ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പനോലൻ ബഷീർ, JM ഷബീബ്, CA ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ പാട്ടുത്സവം പ്രമാണിച്ച് ട്രാഫിക് ക്രമീകരണം ഏർപ്പെടുത്തി നിലമ്പൂർ പോലീസും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയും. പാട്ടുത്സവ സ്റ്റേജ് പരിപാടി അവസാനിക്കുന്ന 19 വരെയാണ് നിയന്ത്രണം തുടരുക. വഴിക്കടവ് ഭാഗത്ത് നിന്നും മഞ്ചേരി പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ എടക്കരയിൽ നിന്നും കരുളായി, പൂക്കോട്ടുംപാടം, വണ്ടൂർ വഴി മഞ്ചേരിയിലേക്കും പെരിന്തൽമണ്ണയിലേക്കും പോകേണ്ടതാണെന്നും മഞ്ചേരി ഭാഗത്തു നിന്നും വഴിക്കടവ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും വഴിക്കടവിലേക്ക് വരുന്ന വാഹനങ്ങളും വണ്ടൂർ, പൂക്കോട്ടുംപാടം, കരുളായി, എടക്കര വഴിയും പോകേണ്ടതാണെന്നും നിലമ്പൂർ പോലീസ് പറഞ്ഞു. അന്തർ സംസ്ഥാന പാതയായ നിലമ്പൂർ KNG റോഡിലാണ് 9 ദിവസത്തേക്ക് നിലമ്പൂർ പോലീസ് വൈകുന്നേരം 5 മണി മുതൽ രാത്രി 11 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. വലിയ ചരക്ക് വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങൾ എന്നിവയ്ക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും ബസ്സുകൾ നിലവിൽ നടത്തുന്ന സർവീസുകൾക്ക് ക്രമീകരണം ബാധകമല്ലെന്നും നിലമ്പൂർ DYSP പറഞ്ഞു. നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവലിന് വലിയ ജനപങ്കാളിത്തമുണ്ടാകുന്ന സാഹചര്യത്തിൽ നിലമ്പൂർ ടൗൺ വൈകുന്നേരം 5 മണിക്ക് ശേഷം വലിയ ഗതാഗത കുരുക്കിലേക്ക് നീങ്ങുന്നത് പതിവാണ്. വടപുറം പാലം മുതൽ വെളിയംതോട് വരെയാണ് ഗതാഗത കുരുക്കിൽ അമരുക. 2 കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 9 ദിവസമാണ് പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവൽ നടക്കുക. ഈ സാഹചര്യത്തിലാണ് പോലീസും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയും ചേർന്ന് ഗതാഗത ക്രമീകരണം വരുത്തിയിട്ടുള്ളത്. നിലമ്പൂർ ഉപജില്ല സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ടാലന്റ് സെർച്ച് മത്സരം നടത്തി. സമഗ്ര ശിക്ഷ കേരളം നിലമ്പൂർ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ M മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. VK വിനോദ്, M ശുഭ, VM നിഖിൽ എന്നിവർ നേതൃത്വം നൽകി. സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ബിനു എബ്രഹാം സ്വാഗതവും VM നിഖിൽ നന്ദിയും രേഖപ്പെടുത്തി. ഹൈസ്കൂൾ ജോയൽ റോയ്, MTHSS ചുങ്കത്തറ, അസ്ഫ സഫർ, CHSS പോത്തുകല്ല്, ഹയർ സെക്കൻഡറി ഹർഷിൻ റിയാൻ, SPHSS പാലേമാട്, ഫർഹ ഫൈസൽ, MTHSS ചുങ്കത്തറ എന്നിവർ വിജയികളായി. ജനുവരി 11 തൃശൂരിൽ വെച്ച് നടന്ന ഗാമ അബാക്കസ് നാഷണൽ ലെവൽ മത്സരത്തിൽ നിലമ്പൂർ എഡ്യൂസോൺ ട്യൂഷൻ സെന്റർ, പൂക്കോട്ടുംപാടം ടോപ്പേഴ്സ് ട്യൂഷൻ സെന്റർ എന്നിവിടങ്ങളിൽ നിന്നും മത്സരിച്ച വിദ്യാർത്ഥികൾ മികച്ച വിജയം കരസ്ഥമാക്കി. പങ്കെടുത്ത 34 വിദ്യാർത്ഥികളിൽ വിവിധ കാറ്റഗറിയിൽ 22ൽ പരം സമ്മാനങ്ങൾ ഗാമ അബാക്കസ് വിദ്യാർത്ഥികൾ കരസ്ഥമാക്കി. KG വിഭാഗം റെയിൻബോ കാറ്റഗറിയിൽ പങ്കെടുത്ത് 2ാം സ്ഥാനം കരസ്ഥമാക്കി ഇമയ മേരി മാത്യൂസ്. സെക്കൻഡ് ടേം കാറ്റഗറിയിൽ മത്സരിച്ച് കെൻസ് കബീർ TK 1ാം സ്ഥാനവും അസ്ലിൻ ഹാഫിസ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. തേർഡ് ടേം കാറ്റഗറിയിൽ മത്സരിച്ച് കെൻസ ഫാത്തിമ TK 1ാം സ്ഥാനവും കരസ്ഥമാക്കി. തുടർന്ന് ഓരോ വിഭാഗത്തിലും റുവ സൈനബ്, മുഹമ്മദ് അഫ്രീദ്, ഹവ്വ മഹറിൻ, ആധികേഷ്, ഗ്രാഹിൽ ജയ്, കാർത്തിക, അമൻ റഹ്മാൻ, ധനഞ്ജയ്, കെൻസ ഫാത്തിമ, നാദിൻ, നാസിം, സ്നിഗ്ധ, ഹെസ അമാനി, സ്റ്റെവിൻ, മാലിക്, ആരാധ്യ അചീഷ്,
തീർത്ഥ പ്രവീൺ, ഗൗതം അരുൺ എന്നിവർ കോൺസലേഷൻ പ്രൈസ് കരസ്ഥമാക്കി. പ്രധാനാധ്യാപിക ഫെമിന, അനുശ്രീ, നുസ്രത്ത് എന്നീ അധ്യാപികമാരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളെ മത്സരത്തിന് ഒരുക്കിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.